നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിയോതെറാപ്പി കോഴ്സിന്റെ മാനേജ്മെന്റ് സീറ്റിലെ അഡ്മിഷന് വേണ്ടി SPCMA എന്ന വെബ്സൈറ്റ് വഴിയാണ് 2023 വരെ അപ്ലൈ ചെയ്യേണ്ടിയിരുന്നത്. ഇതുകൂടാതെ LBS, CPAS എന്നീ അസോസിയേഷനുകൾ വഴിയും ഫിസിയോതെറാപ്പി കോഴ്സ് അവൈലബിൾ ആണ്. LBS വഴിയും CPAS വഴിയും അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീ കൺസെഷൻ ഉണ്ട്. എന്നാൽ OBC, ജനറൽ, EWS വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീ കൺസെഷനുകൾ ലഭിക്കുന്നതല്ല. ഈ വർഷം SPCMA വഴിയുള്ള ഫിസിയോതെറാപ്പി കോഴ്സിന്റെ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഈ വർഷം ഓരോ കോളേജും സ്വന്തമായിട്ടാണ് അഡ്മിഷൻ നടത്തുന്നത്. അതിനുവേണ്ടി കോളേജിന്റെ തന്നെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 4 കോളേജുകളിലാണ് ഫിസിയോതെറാപ്പി മാനേജ്മെന്റ് സീറ്റ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഈ കോളേജിലെ ടോട്ടൽ സീറ്റ്, കോൺടാക്റ്റ് നമ്പർ എന്നിവയെല്ലാം SPCMAയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓരോ കോളേജിന്റെയും വെബ്സൈറ്റിന്റെ ലിങ്കും ഉണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ 50% മാർക്കോടുകൂടി +2 പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. ഈ 4 കോളേജുകളിലെയും പകുതി സീറ്റുകൾ മാത്രമാണ് കോളേജുകൾ തന്നെ മാനേജ്മെന്റ് അഡ്മിഷൻ നൽകുന്നത്. ബാക്കി പകുതി സീറ്റുകൾ LBS വഴിയും CPAS വഴിയുമാണ് ഫില്ല് ചെയ്യുന്നത്. LBS വഴിയും CPAS വഴിയും ഫിസിയോതെറാപ്പി കോഴ്സിന് അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് ഫീ കൺസെഷൻ ലഭിക്കുന്നതാണ്. ജനറൽ, OBC, EWS വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർക്ക് മാനേജ്മെന്റ് സീറ്റ് ലഭിച്ചാലും മുഴുവൻ ഫീസും നൽകേണ്ടതാണ്. ഫീ കൺസെഷനുകൾ ലഭിക്കുകയില്ല. പ്രൈവറ്റ് കോളേജുകളിൽ മാത്രമാണ് BPT കോഴ്സ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഗവൺമെന്റ് കോളേജിൽ BPT കോഴ്സ് അവൈലബിൾ അല്ല. 19 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളാണ് LBSൽ ഉള്ളത്. LBSൽ അഡ്മിഷൻ ലഭിച്ചാൽ SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിൽ ഉള്ളവർ അഡ്മിഷൻ ഫീസായിട്ട് 1000 രൂപയും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10000 രൂപയും അഡ്മിഷൻ സമയത്ത് നൽകണം. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ ഫീസുകൾ ഒന്നും നൽകേണ്ട ആവശ്യമില്ല. അവർക്ക് E-ഗ്രാന്റ്സ് സ്കോളർഷിപ്പ് വഴിയാണ് അവരുടെ ഫീസുകൾ ലഭിക്കുന്നത്. ജനറൽ, OBC, EWS വിഭാഗത്തിൽപ്പെട്ടവർ അഡ്മിഷൻ സമയത്ത് ട്യൂഷൻ ഫീസായിട്ട് 59,750 രൂപയും സ്പെഷ്യൽ ഫീസായിട്ട് 18,100 രൂപയുമാണ് നൽകേണ്ടത്. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ ഇതേ ഫീസ് തന്നെയാണ് അവർ നൽകേണ്ടത്. ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. മാനേജ്മെന്റ് സീറ്റിലെ അഡ്മിഷന് വേണ്ടി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന 4 കോളേജുകളുടെയും വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒരേ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. CPASന്റെ ഗാന്ധിനഗർ, അങ്കമാലി, മണിമലക്കുന്ന് തുടങ്ങിയ 3 സെന്ററുകളിലാണ് BPT കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ പകുതി സീറ്റ് LBS വഴിയും പകുതി സീറ്റ് CPAS വഴിയുമാണ് അഡ്മിഷൻ നൽകുന്നത്. ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്ന SC, ST, OEC, ഫിഷർമാൻ, OBCയിൽ OEC റിസർവേഷൻ ഉള്ളവർ ഇവർക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഫീസ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല. ഇവിടെ അഡ്മിഷൻ ലഭിച്ചാൽ ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെട്ടവർ അഡ്മിഷൻ സമയത്ത് 1,07,450 രൂപയാണ് നൽകേണ്ടത്. കോഷൻ ഡിപ്പോസിറ്റ് ഉൾപ്പെടെയാണ് ഈ ഫീസ്. തുടർന്ന് രണ്ടാമത്തെ വർഷം 1,03,150 രൂപയും 3-ാമത്തെ വർഷം 1,08,150 രൂപയും 4-ാമത്തെ വർഷം 1,10,150 രൂപയുമാണ് നൽകേണ്ടത്. NRI സീറ്റും അവൈലബിൾ ആണ്. SC, ST, OEC, ഫിഷർമാൻ കാറ്റഗറിയിൽ ഉള്ളവർ അഡ്മിഷൻ സമയത്ത് 2,000 രൂപയും കോഷൻ ഡിപ്പോസിറ്റ് ആയിട്ട് 10,000 രൂപയും നൽകിയാൽ മതി. 10,000 രൂപ റീഫണ്ടബിൾ ആണ്. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ ഇവർ ഫീസ് നൽകേണ്ട ആവശ്യമില്ല. E-ഗ്രാന്റ്സ് സ്കോളർഷിപ്പ് വഴിയാണ് ഇവരുടെ ഫീസുകൾ ലഭിക്കുന്നത്. ഇപ്പോൾ LBS വഴിയും CPAS വഴിയുമുള്ള ആപ്ലിക്കേഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. BPT കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾ 2 വെബ്സൈറ്റുകളിലൂടെയും ആപ്ലിക്കേഷൻ നൽകേണ്ടതാണ്. മാനേജ്മെന്റ് സീറ്റിന്റെ അഡ്മിഷന് വേണ്ടി ഓരോ കോളേജിന്റെയും വെബ്സൈറ്റുകളിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. മാനേജ്മെന്റ് സീറ്റിന്റെ അഡ്മിഷന് വേണ്ടി കോളേജുമായി നേരിട്ട് കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.